ഇറാൻ ഇസ്രായേൽ സംഘർഷം കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചാ വിഷയമായിരുന്നതുപോലെ തന്നെ ഇപ്പോൾ വലിയ വിഷയമായിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദാണ്. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ ഭയപ്പെട്ടിരുന്നത് എന്താണോ അത് സംഭവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മറ്റ് പല രാജ്യങ്ങളിലെ എയർബേസുകളിലേക്കുമുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇറാനും ഇസ്രയേലും തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. യുദ്ധം തുടങ്ങിയത് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാവുന്ന സമയമാണ് മേഘ. അതായത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിലേക്ക് ഒരു സംയുക്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ 2 മണിക്കൂർ പിന്നീടും മുൻപ് ഇറാൻ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് ടെൽ അവീവിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്കൊപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ട് മേഘ ആമുഖമായി സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഈ മേഖലയിലുള്ള പശ്ചിമേഷ്യയിലെ, അതായത് GCC കൺട്രി രാജ്യങ്ങളിലുള്ള അമേരിക്കൻ എയർബേസുകൾക്ക് നേരെ ഇറാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിക്കഴിഞ്ഞ ആക്രമണമാണ്. അതായത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേലിലേക്ക് തിരിച്ചടിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ മേഖലയിലെ 5 എയർബേസുകളിലേക്കാണ് നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് ബഹ്റൈൻ, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലെ എയർബേസുകളിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇറാൻ ടാർഗറ്റ് ചെയ്ത അമേരിക്കൻ വ്യോമതാവളങ്ങൾ എന്ന് പറയുന്നത് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, കുവൈറ്റിലെ അൽ സലേം എയർബേസ്, UAE അൽ ദഫ്ര, അതുപോലെ ബഹ്റൈനിലെ അമേരിക്കൻ നേവിയുടെ 5th ഫ്ലീറ്റ്, അതുപോലെ റിയാദിലേക്കും ഒരു ആക്രമണം ഉണ്ടായതായുള്ള വാർത്തകൾ വരുന്നു. ഇതിൽ ഖത്തറിലെ അൽ ഉദൈദിലേക്ക് നടന്ന ആക്രമണം അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ഖത്തർ അവകാശപ്പെടുന്നു. പക്ഷെ അപ്പോഴും ഖത്തറും കുവൈറ്റും UAE ഒക്കെ ഇതിനകം ഇറാനെതിരായി പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടി വരുന്നു. അതായത് ഒരു റീജിയണൽ വോറിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? കാരണം ഇത്തരത്തിൽ തങ്ങളുടെ മേഖലയിലേക്ക് തങ്ങളുടെ വ്യോമപാത ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം അത് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണമാണ് എന്ന നിലയിലും അതിന് തിരിച്ചടിക്കാൻ തങ്ങളുടെ രാജ്യങ്ങൾക്ക് എല്ലാവിധമായ അവകാശവും ഉണ്ട് എന്ന നിലയിലും ഒക്കെയുള്ള പ്രതികരണങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ഇറാൻ കൃത്യമായും പറഞ്ഞിരുന്ന കാര്യം, അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് ഒന്ന്. 2, ഈ മേഖലയിലുള്ള ഓരോ അമേരിക്കൻ സൈനികനും ഓരോ ടാർഗറ്റ് ആണെന്നാണ് ഇറാൻ പറഞ്ഞത്. ഓരോ അമേരിക്കൻ സൈനികനും, അതായത് പശ്ചിമേഷ്യയിൽ GCC രാജ്യങ്ങളിൽ മാത്രമായി ഏതാണ്ട് 45,000 മുതൽ 50,000 വരെ സൈനികർ. അത് എനിക്ക് തോന്നുന്നു ഒമാനിലില്ലാന്ന് തോന്നുന്നു. ബാക്കി രാജ്യങ്ങളിൽ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, UAE, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളിലൊക്കെ കൂടി ഏതാണ്ട് 50,000-ഓളം സൈനികരുണ്ട്. അപ്പോൾ 50,000 ടാർഗറ്റുകളാണ് 50,000 സൈനികർ എന്ന് പറഞ്ഞാൽ. പിന്നെ ട്രംപ് ടവർ പോലെയുള്ള പലതരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഇവിടുത്തെ ഓരോ അമേരിക്കക്കാരനും ഞങ്ങളുടെ ടാർഗറ്റ് ആയിരിക്കും അവർ പറഞ്ഞിരുന്നു. അത് കൃത്യമായിട്ടും നടപ്പിലാക്കുന്ന തരത്തിൽ ഈ വ്യോമതാവളങ്ങളെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് ഇറാൻ അതിശക്തമായി തങ്ങളുടെ പ്രതികാര വാഞ്ച പ്രകടിപ്പിക്കുന്ന മണിക്കൂറാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ജൂണിലെ 12 ദിവസ യുദ്ധം കൂടി മേഘയുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറുമായിട്ടാണ് അമേരിക്ക അവസാന റൗണ്ടിൽ ഇസ്രയേലിനെ സഹായിക്കാനായി വന്നത്. അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് വന്നുകൊണ്ട് അവിടുത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ സമയത്ത് ഇറാൻ ചെയ്ത ഒറ്റ പണിയേ ഉള്ളൂ. ആ ഒറ്റ പണി എന്ന് പറഞ്ഞാൽ ഖത്തറിലെ അൽ ഉദൈദ് കേന്ദ്രീകരിച്ച് 2000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മിസൈൽ വായിക്കുകയായിരുന്നു. ആ ഒരു ആക്രമണത്തിൽ, സത്യത്തിൽ ആ ഒറ്റ മൂവ്മെന്റിൽ തന്നെ അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് കോംപ്രമൈസുമായി വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇത് യുദ്ധം തുടങ്ങി അല്ലെങ്കിൽ ആക്രമണം തുടങ്ങി ആദ്യത്തെ മണിക്കൂറുകൾ തന്നെ ഈ മേഖലയിലെ എല്ലാ അമേരിക്കൻ ടാർഗറ്റുകൾക്ക് നേരെയും നമുക്ക് പറയാൻ പറ്റില്ല, പ്രധാനപ്പെട്ട അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളിലേക്ക്, ഇപ്പോ സൗദിയിലാകട്ടെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലാകട്ടെ നിരവധി അമേരിക്കൻ ബേസുകളുണ്ട്. അമേരിക്കയുടെ അത്തരത്തിലുള്ള താവളങ്ങളുണ്ട്. അമേരിക്കൻ സൈനികർക്കുള്ള സംവിധാനങ്ങൾ ഈ രാജ്യങ്ങൾ തന്നെ ഒരുക്കി കൊടുത്തിരിക്കുന്നതാണ്. ഈ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള നിലയിലാണ്. അത് കാലാകാലങ്ങളായി കുറെ ആളുകൾ ഇവിടെ നിന്ന് പോയി, പല ഘട്ടങ്ങളിലായിട്ട് പല രാജ്യങ്ങളിൽ നിന്നും കുറേയധികം ആളുകൾ, സൈനികരൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ അമേരിക്കൻ സംവിധാനങ്ങൾ, അമേരിക്കൻ ക്യാമ്പുകൾ അല്ലെങ്കിൽ അമേരിക്കൻ കോമ്പൗണ്ടുകൾ, അമേരിക്കൻ ഈ നേവൽ അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സുകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടേക്കൊക്കെ ആക്രമണം നടത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന സമയത്ത് 15 എയർലൈൻസുകളെങ്കിലും ഈ മേഖലയിലേക്കുള്ള എയർ ഇന്ത്യ അടക്കം 15 എയർലൈൻസുകൾ ഈ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തി. ഈ 2 രാജ്യങ്ങൾ മാത്രമല്ല, ഇസ്രയേലും ഇറാനും മാത്രമല്ല, എനിക്ക് തോന്നുന്നു UAE യും ഖത്തറും കുവൈറ്റും ഒക്കെ അവരുടെ വ്യോമാതിർത്തി
വിറയ്ക്കുന്ന നിലയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, സംഘർഷം അത്രത്തോളം മൂർച്ഛിച്ചിരിക്കുന്നു, അത്രത്തോളം സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു എന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ് മേഘ. അതെ, അപ്പോൾ കഴിഞ്ഞ ജൂണിലെ സംഘർഷത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് ഇറാനൊപ്പം നിൽക്കുക എന്നുള്ള പക്ഷമായിരുന്നു ഈ പറഞ്ഞ GCC രാജ്യങ്ങളെല്ലാം തന്നെ എടുത്തത്. പക്ഷെ ഇപ്പോൾ അതല്ല സാഹചര്യം. അപ്പോൾ പശ്ചിമേഷ്യയിൽ ശരിക്കും ഇറാൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണോ ഉണ്ടാവുക? ഇറാൻ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ നേരത്തെ ഇപ്പൊ ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തിയ സമയത്ത്, അതായത് ജൂണിൽ ഖത്തറിലേക്ക് ആക്രമണം നടന്ന സമയത്ത് ഖത്തർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികാര നടപടിയുമായി ഇറാനെതിരെ പോയില്ല. ആ സമയത്ത് അത് അപലപിച്ചു. പക്ഷെ ഈ രാജ്യങ്ങൾക്കെല്ലാം അറിയാം, അമേരിക്കയെ നേരിട്ടേക്ക് പിന്നെ അമേരിക്കയിലേക്ക് മിസൈൽ അടിക്കാൻ ഇറാന് പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ബോംബർ വിമാനങ്ങളിൽ കയറി പോയി അമേരിക്കയെ ആക്രമിക്കാൻ പറ്റുമോ? പറ്റില്ല. ആകെ അവർക്ക് ഈ മേഖലയിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇവിടുത്തെ ഈ മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അമേരിക്കൻ ടാർഗറ്റുകളെ, ഇപ്പൊ അമേരിക്കൻ ബിസിനസ് സ്ഥാപനങ്ങൾ, ഇപ്പൊ ട്രംപിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെ ഉള്ള ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തുക എന്ന് മാത്രമാണ് ഇറാന് ഇപ്പൊ ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് ഈ രാജ്യങ്ങൾക്കെല്ലാം അറിയാം. മാത്രമല്ല സൗദി അറേബ്യ വളരെ വ്യക്തമായും കൃത്യമായും പറഞ്ഞു, UAE വളരെ വ്യക്തമായും കൃത്യമായും പറഞ്ഞു, യുദ്ധത്തിലേക്ക് പോകരുത്, ഇറാനെ ആക്രമിക്കരുത്, ഒരു കാരണവശാലും ഞങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ചെലവിൽ ഇറാനെ ആക്രമിക്കരുത്, ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭൂമിയോ ആകാശമോ ഇറാനെ ആക്രമിക്കാനായി ലഭിക്കുമെന്ന് അമേരിക്ക കരുതരുത്. അമേരിക്കയ്ക്ക് എത്ര എളുപ്പമാണെന്നറിയാവോ ഇറാനെ, ഇവിടുത്തെയൊക്കെ എയർബേസുകൾ, അവരുടെയൊക്കെ ഈ ക്യാമ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ, ഈ സൈനിക താവളങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്രയും നിഷ്പ്രഭം അല്ലെങ്കിൽ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നേരത്തെ ഇറാഖിന് നേരെ അമേരിക്ക നടത്തിയ സൈനിക നടപടി പോലെ. പക്ഷേ അങ്ങനെ ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ കടലിൽ നിന്നാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങളിൽ വന്നാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇവിടുത്തെ GCC രാജ്യങ്ങൾ ആ ഒരു രാജ്യത്തെയും, സൗദി അറേബ്യയും UAE-യും ഖത്തറും ബഹ്റൈനും കുവൈറ്റും ഒമാനും ഒന്നും അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ബേസുകൾ അല്ലെങ്കിൽ മണ്ണ്, ഭൂമിയോ ആകാശമോ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വിട്ടു നൽകില്ല എന്ന് കൃത്യമായിട്ടും അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നേരത്തെയൊക്കെ എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പോലും 2-3 വർഷം മുമ്പൊക്കെ വലിയ സംഘർഷമൊക്കെ നിലനിൽക്കുന്ന അന്തരീക്ഷമുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇറാൻ എല്ലാ രാജ്യങ്ങളുമായിട്ടും വലിയ സൗഹൃദം പുലർത്തുന്നു, സൗഹാർദ്ദ അന്തരീക്ഷമാണ്. ആ നിലയ്ക്ക് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ, ഇപ്പൊ ഇസ്രായേലിന് ഈ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളുമായിട്ട് സൗഹൃദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇറാന് കൃത്യമായിട്ടും ഈ രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും, ചൈനയുടെ ഒക്കെ ഇടപെടൽ നിർണായകമാണ്. ചൈനയുടെ അതിശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പശ്ചിമേഷ്യയിൽ ഇറാൻ ഒറ്റപ്പെട്ടു എന്നുള്ള അവസ്ഥയല്ല. പക്ഷേ ഈ അമേരിക്കൻ ക്യാമ്പുകളിലേക്കാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കാണ് ആക്രമണം നടക്കുന്നത് എങ്കിൽ പോലും തങ്ങളുടെ രാജ്യത്തിന് നേരെ, രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് മിസൈലുകൾ പറന്നു വരുമ്പോ അവർക്കത് അപലപിച്ചല്ലേ പറ്റൂ. ഏത് രാജ്യത്തിനും അപലപിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സമീപനമാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ, മിഡിൽ ഈസ്റ്റിലെ, അതായത് പ്രത്യേകിച്ചും GCC രാജ്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ റീറ്റാലിയേറ്ററി ഓപ്പറേഷൻ ആയിട്ട് 30 മിസൈലുകളും നിരവധി ഡ്രോണുകളും ഇസ്രായേലിലെ, പ്രത്യേകിച്ചും ടെൽ അവീവിന്റെ വിവിധ നഗരങ്ങളിലേക്ക് പായിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേലിനുള്ള മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എനിക്ക് തോന്നുന്നു വരുന്ന മണിക്കൂറുകളിൽ ബങ്കറിലേക്ക്, ഒരു രാജ്യം തന്നെ ബങ്കറിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടുത്തെ ബീർഷേബ അടക്കമുള്ള പല പ്രധാനപ്പെട്ട ആശുപത്രികളിലെയും രോഗികളെ മുഴുവൻ ബങ്കറിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതേസമയം ഇറാന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ, തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇറാന്റെ പ്രാദേശിക സമയം രാവിലെ 8:15 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം രാവിലെ 10:15 ആ സമയത്ത് ഇറാന്റെ, എനിക്ക് തോന്നുന്നു മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ്, അവരുടെ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം, ബോംബർ വിമാനങ്ങളിൽ വന്നുള്ള ആക്രമണം നടന്നത്. അതിശക്തമായ ആക്രമണമായിരുന്നു. പക്ഷെ 1.25 മണിക്കൂർ തികയുന്ന സമയത്ത് തന്നെ ഇറാൻ തിരിച്ചടിച്ചു എന്നാണ് നമുക്ക്, അല്ലെങ്കിൽ എന്നാണ് കൃത്യമായും ഇറാൻ പറയുന്നത്, സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പൊ ട്രംപ് കുറെ ഈ ഇറാന്റെ ക്രൂരകൃത്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും, അതുപോലെ ഇറാനിലെ ജനങ്ങൾ എല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത്, എല്ലായിടത്തും ബോംബുകൾ വീഴുകയാണ്, അപ്പൊ നിങ്ങൾ സുരക്ഷിതരായിരിക്കണം, ഇത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അവസരമാണ്, ഈ ഭരണകൂടത്തെ നിങ്ങൾ വെളിയിൽ കളയണം. 1979 മുതൽ കഴിഞ്ഞ 47 വർഷമായി അമേരിക്കക്കെതിരെ ഇങ്ങനെ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു അമേരിക്ക എന്ന്. അപ്പോ ആ റജീമിനെ, ആ ഭരണകൂടത്തെ തള്ളി താഴെയിടാൻ അവിടുത്തെ ജനങ്ങൾക്ക് കൂടി കിട്ടുന്ന വലിയ ഒരു അവസരമാണ്. ഞാനിത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നു, ഇത്രയും നല്ലൊരു പ്രസിഡന്റിനെ നിങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് രാവിലെ ട്രംപിന്റെ സംസാരമൊക്കെ വന്നത്. അപ്പൊ ഏതായാലും ഇറാൻ സെക്യൂരിറ്റി കൗൺസിൽ അവസാനം IRGCയുടെ ഒരു പ്രഖ്യാപനം, ഏറ്റവും ഒടുവിൽ വരുന്ന പ്രഖ്യാപനം, ശത്രുവിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നവരെ, ശത്രുവിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നവരെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് യുദ്ധമുഖത്തുണ്ടാകും. അതിശക്തമായ തിരിച്ചടിയായിരിക്കും
വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാവുക എന്ന് IRGC അവരുടെ വക്താവ് അവരുടെ ഔദ്യോഗിക പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ അതാണ് നമുക്ക് മുൻപിലുള്ള അപ്ഡേറ്റ്. മേഘ, അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലെ അപ്ഡേറ്റുകളുമായി വീണ്ടും ചർച്ച ചെയ്യാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.